നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം 1. ശ്രദ്ധിക്കേണ്ടത്, ഇനി അടുത്ത് വരാൻ പോകുന്നത് മഴക്കാലമാണ്. അപ്പോൾ വേനൽക്കാലത്തിനേക്കായി കഷ്ടമാണ് മഴക്കാലം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒരുപാടുണ്ടാവും. അപ്പോൾ എന്തുമാത്രം ആളുകളാണ് ഒഴുക്കിൽപ്പെട്ടും അല്ലെങ്കിൽ ഈ വെള്ളം കയറിയൊക്കെ കുഴപ്പമുണ്ടാകുന്നത്. പക്ഷെ അത് നമുക്കൊന്നും നമുക്ക് ആർക്കും ഒന്നും കൺട്രോൾ ചെയ്യും. കാരണം നാച്ചുറൽ കലാമിറ്റീസിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ നമുക്കിപ്പോൾ പ്രധാനമായിട്ട് പറയാവുന്നത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ്. വേനൽക്കാലത്ത് നമ്മൾ ശരീരം സൂക്ഷിക്കുന്നത് പോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ വസ്ത്രങ്ങൾ ഏതെങ്കിലും വെള്ളം ഉപയോഗിക്കാൻ പറഞ്ഞതുകൊണ്ട് റേഡിയേഷൻ ഒഴിവാക്കാനായിട്ട്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ കളർ ഉപയോഗിച്ചാലുള്ള ഒരു കുഴപ്പം, നമ്മുടെ ബോഡിയിൽ എപ്പോഴും വൈറ്റമിൻ D3 കുറയും. അപ്പോൾ ഈ വൈറ്റമിൻ D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്. പിന്നെ അതുപോലെ എല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്തായി കഴിഞ്ഞാലും ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് നമ്മൾ നോക്കിക്കണം. അത് ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. നമുക്ക് മിനിമം വേണ്ടത് 30 എന്ന് പറഞ്ഞാൽ 30 എന്ന് പറഞ്ഞ ഒരളവാണ്. അത് ചിലപ്പോൾ അതിൽ കുറയാൻ പാടില്ല, അതിൽ കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ഒരു മഴക്കാലമായാലും വേനൽക്കാലമായാലും നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ അടുത്ത മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറ. ഈ കോളറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ആഹാരം മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ വേനൽക്കാലം പോലെയല്ല, മഴക്കാലം ആകുമ്പോഴത്തേക്ക് ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഉദാഹരണം, ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന നോൺ വെജ് ഉപയോഗിക്കുന്നവർക്കാണ്. ഇറച്ചി, മീൻ, മുട്ട ഇതൊക്കെ അമിതമായ അളവിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണ്. അപ്പോൾ ഈ വേനൽക്കാലം ഈ കോളറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളറ വിബ്രിയോ എന്ന് പറഞ്ഞൊരു രോഗാണുവാണ് ഇത് പരത്തുന്നത്. അപ്പോൾ ഇത് പകർച്ചവ്യാധി വരുന്നതുകൊണ്ട്, പകരുന്ന കോളറ കൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനംമറിപ്പ്, പിന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഛർദിൽ, പിന്നെ രക്തം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. പിന്നെ ദഹനക്കുറവ് കൊണ്ടുണ്ടാവാം. അത് നമുക്ക് നമ്മൾ തന്നെ നിയന്ത്രിക്കാവുന്നതാണ്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ആളുകൾ വളരെ കുറച്ച് ദഹിക്കാവുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം മാക്സിമം കഴിയുന്നതും നോൺ വെജ് ഉപയോഗിക്കുന്നവർ അതിൻ്റെ അളവ് കുറച്ച് വളരെ സാവധാനത്തിൽ ആഹാരം കഴിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാഫ് ഡൈജഷൻ മസ്റ്റ് ബി ഇൻ അവർ മൗത്ത് എന്നാണ്. നമ്മുടെ എല്ലാ സോക്കേടും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ നമ്മൾ പ്രോപ്പറായിട്ട് ഈ ആഹാരം ചവച്ച് കഴിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇത് ഒരു ചോറാണെങ്കിൽ തന്നെയും പിന്നെ അത് ചവച്ച് കുറേ നേരം ചവച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ പഴമാണെങ്കിൽ തന്നെ നമ്മൾ ചുമ്മാ പഴം വിഴുങ്ങിയാൽ ശരിയാവത്തില്ല. പഴം വിഴുങ്ങുന്നവരുമുണ്ട്. നല്ല വൃത്തിയായിട്ട് ചവച്ച് വെള്ളം പോലെയാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വായിലെ ആ ദഹൻ്റെ എല്ലാം കൊണ്ടുണ്ട് ദഹനം വായിൽ വെച്ച് തന്നെ നടക്കും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു മിനിമം ഒരു ഉച്ചയ്ക്കൊരു ലഞ്ച് കഴിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ എങ്കിലും നമ്മൾ ചവച്ചിരിക്കണം. അപ്പോൾ ചില ആളുകളുണ്ട് പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കുറേശ്ശെ കഴിച്ച് അവർ പേപ്പർ വായിക്കും, വേറെ ജോലി ചെയ്യും, എഴുതും, എല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദഹനക്കുറവ് വരുന്നില്ല. ചില ആളുകൾ വളരെ പെട്ടെന്നായിരിക്കും ഇത് കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർ കുട്ടികളോട് ചെയ്യുന്ന ഒരു ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുത്തിട്ട് ഉടനെ പെട്ടെന്ന് കഴിക്കാൻ പറയും. കുട്ടികൾക്ക് അറിയത്തില്ല, ഒരു വാരി കഴിക്കും, ഇത് ദഹിക്കത്തില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പൊളിച്ച് തേട്ടി ഛർദിലും വയറിളക്കവും ഉണ്ടാകും. പിന്നെ ഈ കോളറ വിബ്രിയോ എന്ന് പറഞ്ഞ രോഗാണുവിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചറും ഇതെല്ലാം ഉണ്ടാവും. അത് പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന കേട്ടില്ലെന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാം. പഴയ കാലത്തേക്ക് ഇതിങ്ങനെയാണ്. കാരണം കോളറ വന്ന് ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ അതെല്ലാം മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ വെജ് കഴിയുന്നതും മഴക്കാലത്ത് നമ്മൾ ഉപേക്ഷിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കൊഞ്ച്, ഞണ്ട ഇതുപോലുള്ളത് കഴിയുന്നതും ആ സമയത്ത് കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെയും ചെയ്യുക.
അതിന് പകരമായിട്ട് നമുക്ക് ഹാർട്ട് സ്കാൻ ചെയ്യാം. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. പിന്നെ കിലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്, അതും കൊടുക്കാം. എൻ്റെ സെൻറ്ററിൽ മെയിനായിട്ട് ഇതാണ് കൊടുക്കുന്നത്. എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഫോമർ പ്രസിഡൻറ്റ് ജിമ്മി കോട്ടർ, അമേരിക്കൻ പ്രസിഡൻറ്റ്, നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് KR നാരായണൻ സാറ്, നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, ഇവരൊക്കെയായിരുന്നു. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.